ഓഹരി വിപണി അത്യുന്നതങ്ങളിൽ. സെൻസെക്സും നിഫ്റ്റിയും ഇന്നത്തെ വ്യാപാരത്തിന്റെ അവസാന മണിക്കൂറിൽ പുതിയ ഉയരം തൊട്ടു. മെറ്റൽ, IT, ഓട്ടോ ഓഹരികളാണ് കസറിയത്. നിഫ്റ്റി തൊട്ടത് 25,400-ൽ, 83,119-ലെത്തി സെൻസെക്സ്. ചൈനയുടെ നിരക്ക് താഴ്ത്തൽ, മെച്ചപ്പെട്ട US ഉപഭോക്തൃ വില സൂചിക, വിദേശ പണമൊഴുക്ക് വർധന, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് നിരക്ക് താഴ്ത്തുമെന്ന പ്രതീക്ഷ, നിഫ്റ്റി സൂചികയിലെ ഉണർവ് എന്നിവയാണ് കാരണമെന്ന് വിദഗ്ധർ. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ പൊളിക്കാനുള്ള നയം മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ. വർഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മലിനീകരണ തോതിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിക്കൽ തീരുമാനിക്കുക. ഇതിന് നിയമ ഭേദഗതി കൊണ്ടുവരും. ആൻഡ്രോയിഡ് ഫോണുകൾ കൈവശമുള്ളവർക്ക് സൈബർ സുരക്ഷാ മുന്നറിയിപ്പ്. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ആൻഡ്രോയിഡ് OS വെർഷനുകളായ 12, 12L, 13, 14 എന്നിവയുടെ ഉപയോക്താക്കളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചത്. വ്യക്തിപരമായ വിവരങ്ങളിൽ കടന്നു കയറാമെന്നും ഫോണിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ആക്രമണം നടത്തിയേക്കാമെന്നുമാണ് മുന്നറിയിപ്പ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്? പട്ടികയിൽ അടിക്കടി മാറ്റം വരുന്നു. ഏറ്റവും ധനികരുടെ മുൻനിരയിലേക്ക് കുതിക്കുകയാണ് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗ്. ബ്ലൂംബർഗ് പട്ടിക പ്രകാരം സക്കർബർഗിന്റെ ആസ്തി $51 ബില്യൺ വർദ്ധിച്ച് $17,900 കോടി എത്തിയിരിക്കുകയാണ്. രൂപയിൽ കണക്കാക്കിയാൽ 15 ലക്ഷം കോടി കവിയും. ഓണം അടുത്തെത്തി. ഓണത്തിന്റെ ഓൺലൈൻ വിൽപ്പന പൊടിപൊടിക്കുകയാണ്. വിവിധ ഡിസൈനുകളിൽ പൂക്കളം, ഓണസദ്യക്കുള്ള വിഭവങ്ങൾ, പായസം, ശർക്കര വരട്ടി എല്ലാം ഓൺലൈനായി വീട്ടിലെത്തും. ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും ആശ്രയിച്ച് ഓണം കളറാക്കാനുള്ള തത്രപ്പാടിലാണ് മലയാളി. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.